എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ ഒരു പേരയ്ക്ക ഉണ്ട്, നമ്മുടെ പേരമരത്തിലുണ്ടായതാണ് പേരയ്ക്ക കേട്ടോ. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ളൊരു പേരമരമാണ്. നമ്മൾ ബഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മേടിച്ച് വെച്ചതാണ്. പെട്ടെന്ന് അത് വളർന്നതും പെട്ടെന്നാവത്തേൽ പേരയ്ക്ക ഉണ്ടായതും കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷേ ഭയങ്കര പൊക്കമായിരുന്നു, ഭയങ്കര ശിഖരങ്ങളും ഒക്കെ. നമ്മൾ വെട്ടിക്കളഞ്ഞതേണ്ട പേരയ്ക്ക കിടക്കുന്നുണ്ട്, നല്ല വെളഞ്ഞ പേരയ്ക്കാണ്. ഇപ്പം ഞാൻ അവത്തിൽ നിന്ന് പറിച്ചതേണ്ട കണ്ടോ, ഈ പേരയ്ക്ക ഉണ്ടോ. ഇപ്പം ഞാൻ അവത്തിൽ നിന്ന് പറിച്ചതാണ്. നല്ല ഈ കളർ കണ്ടോ, ഇതിൻ്റെ അകത്തെ ഇച്ചിരി കൂടെ ഇത് പഴുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പിങ്ക് കളറാണ്. അതുപോലെ എൻ്റെ ഈ കുരു ഇതിന് കുറവാണ്, കുരുവിന് കട്ടിയില്ല. നമ്മളൊന്ന് കഴിക്കുമ്പോഴേ ഇതങ്ങ് നല്ല അലിഞ്ഞു പോകും, നല്ല സോഫ്റ്റാണ്. കണ്ടോ ഈ പേരയ്ക്ക കിടക്കുന്നുണ്ടോ, നല്ല മുഴുത്ത പേരയ്ക്കാണ്. മഴ പെയ്താലും ചില ഫ്രൂട്ട്സിനൊക്കെ മഴ പെയ്ത വെള്ളം പിടിച്ച ഒരു മധുര കുറവ് അങ്ങനൊന്നുമില്ല ഇതിന് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിത് കൂടുതൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ മരങ്ങളൊക്കെ കുറവാണ്, ചൂട് സമയത്ത് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഒരു തണലിന് വേണ്ടി ഈ പേരയും മാവും ഒക്കെ വെച്ചതാണ്. പക്ഷേ ഭയങ്കര വലിപ്പമായിപ്പോയി വെച്ചാൽ പെട്ടെന്ന് വളർന്നപ്പോൾ അതിന് ഭയങ്കര ശിഖരങ്ങളൊക്കെ ഒത്തിരി ആയപ്പോൾ നമ്മൾ കുറേ അങ്ങ് വെട്ടിക്കളഞ്ഞു. കാരണം ഇവിടുത്തെ മണ്ണ് കുറവായതുകൊണ്ട് അങ്ങനെ പെടന്ന് പോയാലോ എന്ന് പേടിച്ച് ശാഖകളൊക്കെ കുറേ വെട്ടിക്കളഞ്ഞ്. എന്നാലും ഇഷ്ടംപോലെ പേരയ്ക്ക കുരുകുരാന്ന് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ജനുവരി മുതൽ ഇവത്തെ പേരയ്ക്കയാണ്, ജനുവരി മുതൽ. അപ്പോൾ ഇത്രയും നാളായിട്ട് പേരയ്ക്ക ഇത് എനിക്ക് തോന്നുന്നു എപ്പോഴും പേരയ്ക്കയുടെ സീസൺ അല്ലെങ്കിൽ ഇവത്തെ പേരയ്ക്കയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ദിവസവും ഇത് ഞങ്ങൾ പേരയ്ക്ക കഴിക്കാറുണ്ട്, നല്ല മധുരമുണ്ട്. ഞാൻ ഏതെങ്കിലും സ്നാക്സായിട്ടും കൊടുത്തു വിടും പേരയ്ക്ക. അതുകൊണ്ട് എല്ലാവരും പേരയ്ക്ക കഴിക്കുന്ന നല്ല നമ്മുടെ ഫ്രൂട്ട്സുകളുടെ കൂട്ടത്തിൽ ഗുണമുള്ള ഒത്തിരി വൈറ്റമിൻസും ഒക്കെ ഉള്ളത് നമ്മുടെ പേരയ്ക്കയിലാണെന്ന് പറയുന്നത്. അപ്പോൾ പേരയ്ക്ക എല്ലാവരും കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു മാവും, ചെറിയൊരു മാവും ഇവിടെ വെച്ചിട്ടുണ്ട്. മാങ്ങ അവത്തെ കുറവായിരുന്നു, എന്നാലും ഒരു തണലിന് വേണ്ടി വെച്ചതാണ്. അതിനധികം പൊക്കമൊന്നുമില്ല, ഇങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ദൈവത്തിൽ ഇനിയും പേരയ്ക്ക കിടപ്പുണ്ട് കേട്ടോ. ഉണ്ടോ, കിളികളൊന്നും വേണ്ട തോന്നുന്നു. കിളികൾ നമ്മുടെ കൺവട്ടത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കും കിളികളുടെയോ വാവലിൻ്റെയോ ഒരു ശല്യവും ഇല്ല കേട്ടോ. നമുക്ക് ധൈര്യത്തോടെ കഴിക്കാം. നമുക്ക് കിളികളൊന്നും വരുന്നില്ല. നമ്മൾക്ക് എപ്പോഴും ആളുണ്ടല്ലോ വീട്ടിൽ, ആളനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെ ലക്കിക്കുട്ടനും ഉണ്ട്, ലക്കിക്കുട്ടൻ എപ്പോഴും ഈ കൂട്ടി കിടന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും കിളിയും വാവലും ഒന്നും അടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇവത്തേന്ന് പറിച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഉണ്ടോ, അത് സൂപ്പർ പേരയ്ക്കാണ്. ഇതുപോലെ ഇത് നാളെ രാവിലെ പറിച്ചായിരുന്നു സ്നാക്സായിട്ട് കൊടുത്തു വിടുവേ. ഇത് ഞങ്ങൾ അച്ചാച്ചനാണെങ്കിൽ എല്ലാ വർഷവും വരുമ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് തൈകൾ നമ്മൾ ഈ മാരാമൺ കൺവെൻഷൻ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഇത് മേടിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ മേടിച്ച് അത് പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് അവത്തെ കായ്കളുമായി കേട്ടോ. അപ്പോൾ വെച്ചിട്ട് പോകുന്ന, പക്ഷേ അച്ചാച്ചന് കഴിക്കാനുള്ള ഭാഗ്യമില്ല, കഴിക്കുന്നതൊക്കെ ഞങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വയലറ്റ് പേരയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ വയലറ്റ് പേരയാണിത്. ഇതും അതുപോലെ നല്ല മധുരം, ഇതിൻ്റെ അകം നല്ല വയലറ്റ് ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറിച്ചേക്കാം. ഇത് കിളികളും വാവലും ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ, നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ കമ്പൊക്കെ മേലോട്ട് പൊങ്ങിപ്പോയിരിക്കാൻ വേണ്ടി കണ്ടിച്ച് വിട്ടേക്കുവാണ്. ഇവത്തേലും കായുണ്ട് കണ്ടോ. പിന്നെ നാടൻ പേരയുണ്ട് നമുക്ക്, അത് നമ്മൾ പുറകിലാണ് കോഴിക്കൂടിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്, ബാക്ക് സൈഡിൽ നാടൻ പേരയുണ്ട്. അതുകൊണ്ട് പേരയ്ക്ക നമ്മൾ ദിവസം പേരയ്ക്ക കഴിക്കാറുണ്ട്. ഈ പൂക്കളൊക്കെ എന്ത് ഭംഗിയല്ലേ. ഇതിൻ്റെ പേരയുടെ ഇടയ്ക്കായിപ്പോയ, പക്ഷേ ഈ പൂവിൻ്റെ ഭംഗി കണ്ടപ്പോൾ കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് അവനെ അങ്ങ് നിർത്തിയൊക്കെ കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കി എനിക്ക് കാണാനായിട്ട്, നല്ല കളറല്ലേ. അപ്പോൾ ഈ പേര വെക്കുന്ന നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇതിന് വെയിൽ ആവശ്യമായി പേരയ്ക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.